ഹലോ. അപ്പോൾ പ്രോബ്ലംസ് ആയിട്ടൊന്നുമല്ല നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനൊരു സംശയം അദ്ദേഹം കമൻറ്റിലൂടെ രേഖപ്പെടുത്തിയിരുന്നു നമ്മുടെ ഒരു ഷോർട്സിൽ രാവിലെ ഇട്ടതിൽ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി. കാരണം അത് അദ്ദേഹത്തിന് മാത്രമല്ല, കുറേ ആൾക്കാർക്കുള്ളൊരു പ്രശ്നമാണ്. എനിക്കുമൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്. എല്ലാവർക്കും ഉണ്ടായിരുന്നതല്ല, എക്സിസ്റ്റ് ചെയ്യുന്നൊരു പ്രശ്നമാണ്, എപ്പോഴും ഉള്ളൊരു പ്രശ്നം അത്. അപ്പോൾ അത് ഈ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾ ഈ കാണുന്ന ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സംശയം. അതായത് മാത്സിൻ്റെ കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലാവുന്നുണ്ട്, എല്ലാം പഠിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാം നല്ല വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ പരീക്ഷയുടെ ടൈം ആകുമ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല, ടൈം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം എല്ലാവർക്കും ഉള്ള യൂണിവേഴ്സൽ പ്രശ്നമാണ്. എസ്പെഷ്യലി SSC പരീക്ഷ സംബന്ധിച്ച് ഇപ്പോൾ മിക്ക പരീക്ഷയിലും ഈ പ്രശ്നമുണ്ട്. പക്ഷേ എസ്പെഷ്യലി ബാങ്ക്, SSC അതുപോലെ വളരെ ടൈം കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള പരീക്ഷകളെ സംബന്ധിച്ച് എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിന് എല്ലാവരും സാധാരണ ചോദിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങളൊരു വൺ വേർഡിൽ എന്നോട് ചോദിച്ചാലും ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ പറ്റാവുന്നത്ര മോക്സ് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഞാനും പറയുള്ളൂ. എല്ലാവരും പറയുന്നതാണ് പറ്റാവുന്നത്ര മോക്സ് അറ്റംപ്റ്റ് ചെയ്യുക. അത് നിങ്ങൾ ഏത് കോച്ചിങ് ക്ലാസ്സിൽ പോയാലും ഏത് ഓൺലൈനായിട്ടുള്ള ട്യൂട്ടേഴ്സിൻ്റെ അടുത്ത് പോയാലും പറ്റാവുന്നത്ര മോക്സുകൾ അറ്റംപ്റ്റ് ചെയ്യുക. അതല്ല, ഇനി ടോപ്പേഴ്സിൻ്റെ ഇൻ്റർവ്യൂ നിങ്ങൾ എടുത്ത് നോക്കിയാലും ഞാൻ 100 മോക്ക് അറ്റംപ്റ്റ് ചെയ്തു, 200 മോക്ക് അറ്റംപ്റ്റ് ചെയ്തു, അങ്ങനെ ചിലർ ഈവൻ ടേക്ക് ഇറ്റ് അപ് ടു 1000 അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ദർ ആർ പീപ്പിൾ ഹു ടേക്ക് ഇറ്റ് അപ് ടു എക്സ്ട്രീംസ്, അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക്കായിട്ട് നമ്മളത് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നിങ്ങളിൽ കുറേ പേർക്ക് ഒരു 10 or 20 മോക്ക് എഴുതി കഴിയുമ്പോൾ ഇതിങ്ങനെ എഴുതുന്നത് എന്തിനാ, ഇത് ഇങ്ങനെ എന്താ കറക്റ്റ് ആവുന്നില്ലല്ലോ എന്നൊരു തോന്നൽ വരും. അപ്പോൾ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ ഇതിനെ പെർസീവ് ചെയ്യുന്നത് എന്നുള്ള ഡീപ്പായിട്ട് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഉത്തരം കിട്ടും. നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ഷോക്ക്, അത് സൈക്കോളജിക്കലായിട്ടുള്ള ഷോക്ക് ആയിക്കോട്ടെ, ഫിസിക്കലായിട്ടുള്ള ഷോക്ക് ആയിക്കോട്ടെ, ഇതൊന്നും ഏറ്റുവാങ്ങാനായിട്ട് റിസീവ് ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഒരു ഫിനോമിനൻ അല്ല ഈ ബയോഡൈവേഴ്സിറ്റിയിലുള്ളത്. ഏറ്റവും സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ രാവിലെ എണീക്കുന്നു. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മളൊരു ആക്ടിവിറ്റിയിലോട്ട് ചാടുന്നുണ്ടോ? ഇല്ല. നമ്മളൊന്ന് പതുക്കെ ചടഞ്ഞ് ഒരു 5 മിനിറ്റ് കിടന്ന് 10 മിനിറ്റ് കിടന്ന്, ഇനിയിപ്പോൾ ചാടി എണീക്കുന്നവരാണെങ്കിൽ തന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടാവും. പല്ല് തേച്ച് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ പതുക്കെ ചിന്തിച്ചിട്ടൊക്കെ പോവുള്ളൂ. കാരണം എന്താ? ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം നിങ്ങളുടെ ബോഡി ഒരു സ്റ്റേറ്റ് ഓഫ് കണ്ടിന്യൂയിങ് ഒരു റെസ്റ്റിലായിരുന്നു, അല്ലേ? നമ്മുടെ ബോഡി സ്ലീപ്പിലായിരുന്നു, നമ്മൾ വളരെ റെസ്റ്റിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വേറൊരു ആക്ടിവിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബ്രെയിൻ റിയാക്ട് ചെയ്യും, ബോഡി റിയാക്ട് ചെയ്യും. ആ ഷോക്ക് ഒരിക്കലും അത് ഏറ്റുവാങ്ങില്ല. അതിപ്പോൾ ഇതിൽ മാത്രമല്ല, ഇപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും മനസ്സിലാവും. പെട്ടെന്ന് നമ്മൾ ഫിസിക്കലായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ സഡൻലി നിങ്ങളൊരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ 55 പുഷപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ സഡൻലി പോയിട്ട് നിങ്ങൾക്ക് 55 പുഷപ്പ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് യുവർ ബോഡി വിൽ റിയാക്ട് ടു ഷോക്ക്, റൈറ്റ്? അപ്പോൾ ഈ ബേസിക് ഫാക്ട് നമ്മൾ മനസ്സിലാക്കാം. അവർ ബോഡി ഈസ് നോട്ട് ഡിസൈൻ ടു റിയാക്ട് ടു ഷോക്ക്. ഷോക്കിന് റിയാക്ട് ചെയ്യാനുള്ള ഒരു ഐഡിയൽ ആയിട്ടുള്ളൊരു ബോഡി അല്ല നമ്മുടേത്. അപ്പോൾ എന്തിനാ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ SSC എക്സാമിന് അനാട്ടമി എടുത്ത് നോക്കൂ. 4 സബ്ജക്റ്റുകൾ, അല്ലേ? റീസണിങ്, ജനറൽ സ്റ്റഡീസ്, ജനറൽ അവയർനെസ്, മാത്സ്, ഇംഗ്ലീഷ്. ഈ 4 വ്യത്യസ്ത സബ്ജക്റ്റുകൾ ജമ്പിൾ ചെയ്തിട്ടിരിക്കുകയാണ്, അല്ലേ? എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇൻ 1 hour, വളരെ ചെറിയ ടൈമിൽ. അപ്പോൾ ഈ വളരെ ചെറിയ ടൈമിൽ നമ്മൾ ഈ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വായിക്കുന്നു, അത് മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കിയതിന് ശേഷം അതുമായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലൈബ്രറി പോലെയല്ലേ? നമ്മുടെ ലൈബ്രറിയിൽ ഏതോ ഒരു ബുക്ക് പോയിട്ട് എടുക്കുന്ന പോലെ കറക്റ്റായിട്ട് ആ ക്വസ്റ്റ്യന് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പോയി എടുക്കുന്നു, എന്നിട്ടത് അപ്ലൈ ചെയ്യുന്നു, അല്ലേ? ക്വസ്റ്റ്യന് റെലവൻ്റ് ആയ രീതിയിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഞാനിപ്പോൾ ഒരു 5 or 6 പ്രോസസ്സ് പറഞ്ഞു. ദിസ് ഹാസ് ടു ഹാപ്പൻ ഇൻ 40 seconds or 45 seconds ടൈം ടു ദ മാക്സ്. അപ്പോൾ ഇത്രയും നടക്കണം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ 7ാം ക്ലാസ് തൊട്ട് 10th 11th വരെ പഠിച്ചൊരു മാത്സ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്നുള്ള ടെസ്റ്റ് അല്ല ഇവിടെ നടക്കുന്നത്.
ഇവിടെ നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് എങ്ങനെ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൽ തന്നെ ഒരുപാട് ഇതിനകത്ത് വന്ന പാറ്റേൺ പോലെയുള്ള ക്വസ്റ്റ്യൻസ് പിന്നെയും പിന്നെയും കാണുന്നവർക്ക് എളുപ്പമാണ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അതാണ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഈ വർഷം തൊട്ടാണല്ലോ എഡിക്യൂറ്റിയുടെ പാറ്റേൺ വന്നത്. അതിനു മുമ്പ് TCSൻ്റെ പാറ്റേൺ ആയിരുന്നു. അപ്പോൾ ഉള്ള ഗൈഡും ലോകത്തുള്ള എല്ലാ ട്യൂട്ടോറിയലും മുഴുവൻ TCSനെ ബേസ്ഡ് ചെയ്തിട്ടാണ്. TCS PYQ TCSൻ്റെ മോഡൽ എന്ന് പറഞ്ഞിട്ട് അതേ പാറ്റേൺ ഇങ്ങനെ അച്ചിട്ട് വെച്ച പോലെ കുറേ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇതൊക്കെ നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് പറ്റി, ഒരുപാട് മോക്സും PYQസും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇത് വായിച്ചു നോക്കേണ്ട കാര്യമില്ല അല്ലേ. ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ റീസണിങ്ങിലെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മറ്റേ നമ്പർ സീരീസ് തന്നിട്ട് ഇതിൽ ഏതാണ് അടുത്ത ലോജിക്കലായിട്ട് വരാൻ പറ്റുന്ന നമ്പർ എന്ന് ചോദിക്കുന്നത്, അതിനകത്ത് ബ്രാക്കറ്റിൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഒരു ബ്രാക്കറ്റിൽ ഒരു ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, എന്താ ഡു ഓപ്പറേഷൻസ് ഓൺ ദ ഹോൾ നമ്പർ, നോട്ട് നമ്പർ ഡിവൈഡ് ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്ത്. ഇപ്പോൾ 63 എന്ന് പറഞ്ഞ നമ്പർ തന്നാൽ ആ ലോജിക്കലി 63 ചെയ്യണം, അല്ലാതെ 6 3 അങ്ങനെ പിരിച്ച് ചെയ്യരുതെന്ന് പറയും. കുറേ ആൾക്കാർ അത് വായിക്കാറില്ല. ഞാനും ഇപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടാൽ പെട്ടെന്ന് അത് വായിക്കത്തില്ല. കാരണം എന്താ, അവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്, വേറൊന്നും എഴുതിയിട്ടുണ്ടാവില്ലെന്നൊരു 80% ഉറപ്പുണ്ട്. പക്ഷെ അങ്ങനെയാണോ വേണ്ടത്? അങ്ങനെയല്ലേ ശരിക്കും. കാരണം മേ ബി അവിടെ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന എന്താ നമുക്ക് അറിയില്ലല്ലോ, റെലവൻറ്റ് ഇൻഫർമേഷനാണ്. പക്ഷെ അതാരും വായിക്കുന്നില്ല SSC എക്സാമിനെ സംബന്ധിച്ച്. ബിക്കോസ് ദ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആർ റിപ്പീറ്റിംഗ്. ഇപ്പോൾ CGL നടന്നതിൽ തന്നെ മിക്കതും വലുതായിട്ട് വലിയ മാറ്റമൊന്നും ഇല്ലായിരുന്നു. മിക്കതും പഴയ പാറ്റേണിൽ വന്ന ക്വസ്റ്റ്യൻസാണ്. അതുകൊണ്ടാണ് കുറേ ആൾക്കാർക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടായിരുന്നത്. ഈ നമ്മുടെ ഫേസ് 13 എക്സാമിൽ ഐ തിങ്ക് മറ്റേ ഗ്രാജുവേഷൻ ലെവലിൽ അവർ ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടി ലെവലിൽ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ എല്ലാവരും CGL അത് നടക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ എന്താണ്, നേരെ തിരിച്ചു പോയിട്ട് പഴയ പോലെയുള്ള കാര്യങ്ങൾ തന്നെ പിന്നെയും നടക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് എല്ലാവർക്കും എളുപ്പമായി. അപ്പോൾ ഈ എളുപ്പമാവുന്ന എല്ലാവർക്കും അത് കിട്ടുന്നത് അവർക്ക് നിങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലത്തെ ഈ കാറ്റഗറിയിലെ ആൾക്കാർ, അതായത് എല്ലാം അറിയാം, എല്ലാം പഠിച്ചിട്ടുണ്ട്, പക്ഷേ പരീക്ഷയിൽ എഴുതാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് ബുദ്ധി കുറവായതുകൊണ്ടല്ല. ദാറ്റ് ഈസ് ബിക്കോസ് ഈ ഫാക്ടറാണ്, ഈ മോക്ക് പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ടാണ് മോക്സ് ഭയങ്കര റെലവൻ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ PYQ പോലെ വന്നില്ലെങ്കിൽ മോക്സിൻ്റെ റെലവൻസ് ഉണ്ടോന്ന്? ഉണ്ട്. അവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഷോക്ക് എലമെന്റ് വരുന്നത്. അതായത് ഈ സ്പ്രെഡ് ഔട്ട് ചെയ്തിരിക്കുന്ന ഈ സ്പ്രെഡ് ഔട്ട് ചെയ്തിരിക്കുന്ന ഈ സബ്ജക്ട്സ്, ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിക്കുന്നു, സ്പീഡിൽ വായിക്കുന്നു. ഇപ്പോൾ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനിൽ ഒരു അത്യാവശ്യം ഒരു പാസേജ് ഉണ്ട്, വായിച്ച ഒറ്റ അറ്റംപ്റ്റിൽ നിങ്ങൾക്കത് മനസ്സിലാവണ്ടേ? ഇത് കാണുന്ന എത്ര പേർക്ക്, ഞാനിപ്പോൾ സംസാരിക്കുന്ന നിങ്ങളിൽ എത്ര പേർക്ക് ആ ഒരു പാസേജ് അങ്ങനെ ഒറ്റയടിക്ക് വായിച്ചാൽ പെട്ടെന്ന് കിട്ടും? ഒറ്റ റീഡിൽ എത്ര പേർക്ക് കിട്ടും? വളരെ കുറവാണ്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒറ്റ റീഡിങ്ങിൽ ഒരു കാര്യം വായിച്ചാൽ അത് മനസ്സിലാക്കാനുള്ള എബിലിറ്റി നമ്മൾ വളർത്തിക്കൊണ്ട് വരണം. ഞാനിപ്പോൾ സംസാരിക്കുന്ന 2026 എഴുതാൻ താല്പര്യമുള്ള കുട്ടികളോടാണ്. വി ഹാവ് എ ലോട്ട് ഓഫ് ടൈം അല്ലേ? നമുക്ക് ഒരുപാട് ടൈമുണ്ട് നമ്മുടെ കയ്യിൽ, നിവർന്ന് കിടക്കുന്നുണ്ട് ഈ ടൈം. ഈ ടൈമിൽ ഓരോ ദിവസവും ഓരോ മണിക്കൂറും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു കാര്യം വായിച്ച് ഫസ്റ്റ് വായനയിൽ തന്നെ എല്ലാ സാധനവും അത് മൈൻഡിൽ വരുത്തുക എന്നുള്ള കപ്പാസിറ്റിയാണ്. അതിന് നമ്മൾ ഫെയിൽ ചെയ്ത് ട്രൈ ചെയ്ത് പോയാലേ പറ്റൂ. അപ്പോൾ ഈ ഷോക്ക് ഫാക്ടർ നേരത്തെ ഞാൻ പറഞ്ഞ അതിൽ നിന്ന് ബോഡി കുറച്ച് മോചിതനാവും. ഇപ്പം നിങ്ങളുടെ ബോഡി ഭയങ്കര, ഞാൻ പറയുന്നത് ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരോടാണ്, ഭയങ്കര നോർമലായിട്ടായിരിക്കും. ഒരു കാര്യം 4 പ്രാവശ്യം വായിക്കണം, 2 പ്രാവശ്യം വായിക്കണം, പതുക്കെ വായിക്കണം, ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേജിലായിരിക്കും. പെട്ടെന്ന് നിങ്ങൾ ബോഡിയെ കൊടുക്കുമ്പോൾ ബോഡിക്ക് ഷോക്ക് വരും. ഇന്ന് പ്രശ്നമായിരിക്കും, നാളെ പ്രശ്നമായിരിക്കും, ചിലപ്പോൾ ഈ മാസം ഇപ്പോൾ ഒക്ടോബർ, നവംബർ വരെ പ്രശ്നമായിരിക്കും. പക്ഷെ നവംബർ പകുതി കഴിഞ്ഞ് തൊട്ട് പതുക്കെ നിങ്ങളുടെ ബോഡി അതിന് അക്കസ്റ്റംഡ് ആവാൻ തുടങ്ങും. ഓക്കെ, ദിസ് ഗൈ ഇവൻ ഇങ്ങനെ തന്നെ വായിക്കാൻ ഇനി തീരുമാനമുള്ളൂ, അതുകൊണ്ട് അവന് വഴിപ്പെടാം എന്ന് നമ്മുടെ ബ്രെയിൻ തീരുമാനിക്കും. ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാത്സിനെ സംബന്ധിച്ച്. നിങ്ങൾക്ക് ഫോർമുല അറിയുന്നത്, നിങ്ങൾ ശ്രദ്ധയോടുകൂടെ ചെയ്യുന്നത്, നിങ്ങൾ ലോജിക്ക് അപ്ലൈ ചെയ്യുന്നത്, നിങ്ങളുടെ കോൺസെപ്റ്റ്സ് ഓഫ് മാത്സിൻ്റെ അറിവിൽ നിന്ന്, ആ സാഗരത്തിൽ നിന്ന് ഒരു മുത്തെടുത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് ആ പേപ്പറിൽ കൊണ്ട് നമ്മൾ സോൾവ് ചെയ്യുന്നത്, ദാറ്റ്സ് വൺ പാർട്ട്.
അതിനെക്കാട്ടും ഇമ്പോർട്ടൻറ്റ് പാർട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അത് വായിച്ചപ്പം തന്നെ മനസ്സിലാകുകയും പെട്ടെന്ന് ഇത് ക്ലിക്കാവുകയും ചെയ്യുന്നതാണ്. ആ പെട്ടെന്ന് ക്ലിക്കാവൽ ആ മില്ലി സെക്കൻഡിൽ നടക്കുന്ന പ്രവൃത്തി നമ്മൾ സീൽ ചെയ്തത് നമ്മളെ മൈൻഡിൽ അങ്ങ് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് മോക്സ്. മനസ്സിലായോ? അപ്പം മോക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നടക്കുന്നത് നിങ്ങൾ ഇതുവരെ പഠിച്ച മാത്സ് കോൺസെപ്റ്റുകളുടെ റിവിഷൻ മാത്രമല്ല, ക്വസ്റ്റ്യൻ വായിക്കാനാണ് നിങ്ങൾ പഠിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ വായിക്കാൻ? ഇൻ വാട്ട് വേ? ഇൻ ആൻ എഫിഷ്യൻറ്റ് വേ, ഇൻ ആൻ ഒപ്റ്റിമൈസ്ഡ് വേ. വളരെ കുറഞ്ഞ ടൈമിൽ ഒറ്റ അറ്റംപ്റ്റിൽ വായിച്ച് ആ സാധനം മൈൻഡിലോട്ട് ഇമ്പാർട്ട് ചെയ്യാനുള്ള ട്രെയിനിങ് ആണ് മോക്ക് അറ്റംപ്റ്റ് നിങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മോക്കിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതൊരു ഫാക്റ്റാണ് അല്ലേ? നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന ആ പ്രാക്ടീസോടെയാണ് ഓരോ മോക്കിലും ചെയ്യുന്നത് ആ ടൈമിൽ. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കണം. നിങ്ങൾ റീസണിങ്ങിൽ വായിച്ചു, പെട്ടെന്ന് ജി എസിൽ വന്നു. ജി എസിലും ഈ പ്രശ്നമില്ലേ? ജി എസ് ഈസ് ഓക്കെ, നമ്മൾക്കൊരു സിംഗിൾ ആയിട്ടൊന്നും പോയിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് പോണ സബ്ജക്റ്റ്. പക്ഷേ ഈ പ്രശ്നമില്ല. സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്ന് എന്ത് ചെയ്യും? നിങ്ങൾ റീസണിങ് വായിച്ചിട്ട് വളരെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉള്ള വർക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്തിരിക്കുക. പെട്ടെന്ന് നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ പോയി. ഇപ്പോൾ ഒരു സാറ്റലൈറ്റിന്റെ ക്വസ്റ്റ്യൻ, ആ സാറ്റലൈറ്റ് ലോവർ എർത്ത് ഓർബിറ്റിലാണോ മറ്റേ ഓർബിറ്റിലാണോ ലാഗ്രാഞ്ച് പോയിന്റിലാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ആ പഠിച്ച കാര്യം ഓർക്കണം. ചിലപ്പോൾ പഠിച്ച കാര്യമായിട്ട് റിലേറ്റ് ചെയ്ത് ഗസ് ചെയ്യണം. ഇന്റലിജന്റ് ആയിട്ട് ഗസ് വർക്ക് നടത്തണം. ABCD ഓപ്ഷനിൽ നിന്ന് ഇന്റലിജന്റ് ആയിട്ടുള്ള എലിമിനേഷൻ നടത്തണം. മനസ്സിലായി? അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഒരു സബ്ജക്റ്റിൽ നിന്ന് വേറൊരു സബ്ജക്റ്റിലോട്ട് പെട്ടെന്ന് സ്വിച്ച് ആവുന്നത്. ആ സ്വിച്ച് ആവുന്നത് നോർമലായിട്ട് നിങ്ങളുടെ ബ്രെയിനിനെ സംബന്ധിച്ച് നടക്കുന്ന ഒരു കാര്യമല്ല. അത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരണം. ആ പ്രാക്ടീസ് എവിടെ നടക്കുന്നത്? ഇറ്റ് ഹാപ്പൻസ് ഇൻ മോക്സ്. ഇനി മോക്കിൽ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാലോ. ടേക്ക് 1 hour. ആദ്യത്തെ 15 മിനിറ്റ് പറ്റുന്നത്ര സ്പീഡിൽ മാത്സ് പഠിക്കുക. 15 മിനിറ്റ് സ്റ്റോപ്പ് വാച്ച് അടിച്ചോ. എടുത്തിട്ട് കുറച്ച് GS വായിക്കുക. വായിക്കുന്നത് വെറുതെ വളവളവളന്ന് വായിക്കുകയല്ല, ആ വായിക്കുന്ന ടൈം മുഴുവൻ ഇൻഫർമേഷൻ അക്വയർ ചെയ്യുന്ന രീതിയിൽ വായിക്കുക. പെട്ടെന്ന് അടുത്ത ഒരു ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനിലോട്ട് പോവുക. ഇത് നിങ്ങൾ ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഇനി നിങ്ങൾക്ക് മോക്ക് എഴുതുമ്പോൾ ചിലർക്കൊരു സൈക്കോളജിക്കൽ ആസ്പെക്ട് ഉണ്ടാവില്ല. മോക്ക് എഴുതി കഴിയുമ്പോൾ മാർക്ക് വരും. ആ മാർക്ക് കണ്ടു കഴിഞ്ഞാൽ ഡിമോട്ടിവേറ്റ് ആവും. അയ്യോ, എനിക്ക് ഇത്ര പെർസെൻറ്റേജേ ഉള്ളൂ, വളരെ കുറവാണ് റാങ്ക്. എസ്പെഷ്യലി ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ നിങ്ങളുടെ മോട്ടിവേഷൻ കളയാൻ വേണ്ടിയിട്ട് ആ റാങ്കിൻ്റെ ഒരു മീറ്റർ അവരിടും. നിങ്ങൾക്ക് ഇത്ര റാങ്കാണ്, അതിനകത്ത് ഫസ്റ്റ് റാങ്ക് വരുന്നത് ആരും നോക്കുകയൊന്നും ചെയ്യരുത്. അതൊക്കെ കുറേ പേര് വെറുതെ ഒരു ആത്മനിർവൃത്തിക്ക് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ഒരെണ്ണത്തിൽ എടുത്ത് വെച്ചിട്ട് മറ്റേ അക്കൗണ്ട് വേറെണ്ണം എടുത്ത് വെച്ച് നോക്കി, മറ്റേ ChatGPTയിലോ ഇതിലോ ഒക്കെ നോക്കിയിട്ട് പെർപ്ലക്സിറ്റിയിലോ ഒക്കെ നോക്കിയിട്ട് ആൻസർ കൊടുത്ത് റാങ്ക് വാങ്ങിക്കുന്നവരുണ്ട്. അപ്പോൾ അതിലൊന്നും കാര്യമൊന്നുമില്ല. ആ ഒരു വാലിഡേഷനിലോട്ട് നിങ്ങൾ പോരുത്. നിങ്ങൾക്കൊരു 80% അടിക്കാൻ പറ്റുന്നുണ്ടോ ആ ലെവലിൽ നിങ്ങൾ എത്തും. ഇപ്പോഴൊന്നും എത്തത്തൊന്നുമില്ല. ഇപ്പം നിങ്ങളുടെ കരിമല കയറ്റം കഠിനമെന്നയ്യപ്പ എന്ന് പറഞ്ഞ പോലെ ആ സ്റ്റേജാണ്. മനസ്സിലായില്ലേ? അപ്പോൾ റിസൾട്ട് പെട്ടെന്ന് കാണാത്തതിന് നിങ്ങൾ ബേജാറാവുമൊന്നും വേണ്ട. ഇപ്പം നിങ്ങളാണെങ്കിൽ ഞാനാണെങ്കിലും ഇപ്പോൾ ഒരു മോക്ക് എഴുതിയാലും ചിലപ്പോൾ നമ്മൾ കുളമാവും. അതിൽ കാര്യമൊന്നുമില്ല. നമ്മൾ പഠിച്ച് ഈ ഒരു കാര്യം വർക്കൗട്ട് ആക്കണം. കാരണം എനിക്ക് മനസ്സിലാവും അവിടെ ഇരിക്കുമ്പോൾ, നമ്മൾ ആ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് പഠിച്ച സാധനം പെട്ടെന്ന് വരുന്നുണ്ടോ എന്നുള്ളതാണ്. ആ ഒരു സാധനം വരാതിരിക്കണമെങ്കിൽ നമ്മുടെ മൈൻഡ് അത്രയ്ക്ക് എക്യുപ്ഡ് ആയിരിക്കണം. പരീക്ഷയ്ക്ക് ഒരു മാസം മുമ്പേ നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വന്നു, കൂളായിട്ടിരുന്നു, ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു, ഇതാണ് ഈ ഒരു ടൈം ഫ്രെയിമിൽ നമ്മുടെ ബ്രെയിനിൽ ആ ഒരു സാധനം വരുന്ന രീതിയിലാവണം. അപ്പോൾ വരുന്ന രീതിയിലാവാൻ എന്ത് ചെയ്യണം? മോക്സ് പ്രാക്ടീസ് ചെയ്യണം. കണ്ടമാനം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം. ഉത്തരം ശരിയോ തെറ്റോ അതെന്തോ ആയിക്കോട്ടെ, നിങ്ങളെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിരുത്തി വായിക്കാൻ ശ്രമിക്കണം. ക്വസ്റ്റ്യൻ വായിച്ച് പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്നതാണ് ഫണ്ടമെന്റൽ പ്രോസസ്സ്. ഉത്തരം ശരിയാക്കുന്നതിലല്ല, പ്രാക്ടീസിലാണ് ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നത് തന്നിരിക്കുന്ന സമയത്തിൻ്റെ ഒരു 150% എടുത്തിട്ടാണെങ്കിൽ അത് പതുക്കെ നമുക്കൊരു ഇങ്ങനെ 145 അങ്ങനെ കുറച്ചുകൊണ്ട് വരാൻ പറ്റും. പിന്നെ നമുക്ക് ഏത് ക്വസ്റ്റ്യനും ഒരു 10 സെക്കൻഡിനുള്ളിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ വായിച്ചാൽ മനസ്സിലാവും എന്നുള്ള അവസ്ഥ വരും. കാരണം നമ്മൾ ഈ ഫസ്റ്റും 2 ടൈമൊക്കെ വായിക്കുന്നത് ഈ പരീക്ഷയിൽ ഇച്ചിരി സൂയിസൈഡല്ല. മനസ്സിലായില്ലേ? ആദ്യത്തെ തവണ വായിച്ചത് വെറുതെ പോകരുത്. അപ്പോൾ നമ്മൾ മൈൻഡിനെ ആ രീതിയിലോട്ട് കൊണ്ടുവരണം.
മൈൻഡിനെ നമ്മൾ ട്രെയിൻ ചെയ്യണം അങ്ങനെ ഇരിക്കാൻ. എസ്പെഷ്യലി ഇൻ ടുഡേസ് ഡേ ആൻഡ് ഏജ് നമ്മുടെ അറ്റൻഷൻ സ്പാനൊക്കെ വളരെ കുറവാണ്. ഞാൻ ഇതിനെപ്പറ്റി ഒരു ഷോർട്ടിൽ നേരത്തെ സംസാരിച്ചിരുന്നത്. നമ്മുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. നമുക്ക് ഡോപ്പമിൻ കിട്ടുന്നതിൻ്റെ ലൂപ്പുകൾ ഭയങ്കര വയേർഡായിട്ടുള്ള ഒരു ഡേ ആൻഡ് ഏജിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അതിനൊരുപാട് രീതികളുണ്ടാവും. മെഡിറ്റേഷൻ ഉണ്ടാവും, ചിലർക്ക് ഫിസിക്കൽ വർക്കൗട്ട് ആയിരിക്കും, ചിലർക്ക് സ്പോർട്സ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഫിസിക്കൽ വർക്കൗട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ തരുന്നത്. എന്താ പറയുക, ഒരു സ്റ്റേറ്റ് ഓഫ് ഫോക്കസിലോട്ട് നമ്മൾ പോകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പക്കയാക്കുക. പഠിത്തത്തിൻ്റെ ഒപ്പം സൈഡ് ബൈ സൈഡ്. ദിസ് ഈസ് നോട്ട് ജസ്റ്റ് ലേണിംഗ് എ സബ്ജക്റ്റ്. ഇത് മാത്സിന് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിനും. ഒരു സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല ഇവിടെ നടക്കുന്നത്. സൈഡിൽ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലാണ്. നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ ഷാർപ്പാക്കുകയാണ്. ജസ്റ്റ് ലൈക്ക് എ ഗൺ. യു ആർ മേക്കിംഗ് ഇറ്റ് ഇൻ ടു പിൻ പോയിന്റ് ആക്യുറസി. വെറുതെ ഇങ്ങനെ പോകുന്ന ഒരു ബുള്ളറ്റ് അല്ല, വേഗമായിട്ട് പോകുന്ന ബുള്ളറ്റ് അല്ല. കറക്റ്റ് ഓൺ സ്പോട്ടിൽ നമ്മളൊരു സാധനം വായിച്ച് ഇങ്ങനെ പ്രോസസ്സ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ബുള്ളറ്റാക്കി മാറ്റണം നിങ്ങളുടെ മൈൻഡിനെ. അപ്പോൾ അങ്ങനെ ആക്കണമെങ്കിൽ നമ്മൾ പഠിത്തം മാത്രമല്ല, യുവർ ബ്രെയിൻ ഷുഡ് ബി റീവയർ ചെയ്യണം ബ്രെയിനിനെ. ഇൻസ്റ്റാഗ്രാമിനൊക്കെ തൂക്കിയെടുത്ത് കളാമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ലിമിറ്റ് ചെയ്യാം. അരമണിക്കൂർ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീരുമാനിക്കണം. ഇൻസ്റ്റാഗ്രാം നിങ്ങളെ യൂസ് ചെയ്യരുത്. ഞാൻ ഈ റീല് തോണ്ടി കറക്റ്റ് എൻ്റെ അരമണിക്കൂർ ഞാൻ അവിടെ നിർത്തും. ഐ വുഡിൻ ഗോ ഫർദർ എന്ന് തീരുമാനിക്കണം. അങ്ങനെ മൈൻഡിനെ നിങ്ങളുടെ കൺട്രോൾ കൊണ്ടുവന്ന് ആ പോർഷനും ശരിയാക്കി ഇപ്പുറത്ത് മോക്സ് അറ്റംപ്റ്റ് ചെയ്ത്, നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് കുറഞ്ഞ ടൈമിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ വായിക്കാൻ പഠിച്ച് ശരിയാക്കുക. ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ഉത്തരം എഴുതുന്നത് നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ മോക്സ് അറ്റംപ്റ്റ് ചെയ്യാൻ എല്ലാവരും പറയുന്നതിൻ്റെ കാര്യം, ക്വസ്റ്റ്യൻസ് അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സ്റ്റാർട്ട് ഫ്രം ദ ബേസ് എന്താ? ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഏറ്റവും കുറഞ്ഞ ടൈമിൽ ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കുക. അതാണ് ബേസ്. അപ്പോൾ അതിനുശേഷമല്ലേ നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞ ഒരു ലൈബ്രറിയാണ്. അതിനകത്ത് നിങ്ങൾ ഈ പഠിച്ച ഇദ്ദേഹം ഈ സ്ക്രീൻഷോട്ടിൽ പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച എല്ലാ ഇൻഫർമേഷനും, ഇക്വേഷൻസും, ഫോർമുലാസും, ഇതും സിനാറിയോ ഒക്കെ ഇങ്ങനെ ഇരിക്കുക ആ ലൈബ്രറിക്കകത്ത്. പക്ഷെ ആ ലൈബ്രറിക്കകത്ത് നമുക്കൊരു ഏജന്റിനെ വിട്ടാൽ ബുക്ക് എടുക്കണമെങ്കിൽ ഏത് ബുക്കാണ് എടുക്കേണ്ടത് നമുക്ക് അറിയണ്ടേ? അത് ആ ടൈമിൽ മനസ്സിലാക്കി എങ്ങനെ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തതിലുള്ള ഒരു പ്രശ്നം ആണ് വരുന്നത്. മനസ്സിലാവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിനുള്ളിൽ മനസ്സിലാവണം. ആ ടൈമിനുള്ളിൽ മനസ്സിലാവാത്തതുകൊണ്ടാണ് നമുക്ക് എഴുതിയിട്ടൊരു തപ്പലും തടയലും വരുന്നത്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിനുള്ള ഒരേ ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്സ് അറ്റംപ്റ്റ് ചെയ്യുക. ഏത് മൈൻഡ് വെച്ച്? ഇങ്ങനെ ഒരു പ്രശ്നമാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട മൈൻഡ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഏറ്റവും സ്പീഡിൽ വായിച്ച് മനസ്സിലാക്കുന്ന രീതിയിലോട്ട് നിങ്ങൾ ബ്രെയിനെ ട്രെയിൻ ചെയ്യണം. അത് ഒരാഴ്ച കൊണ്ട് നടക്കില്ല, ഒരു മാസം കൊണ്ട് നടക്കില്ല, മേ ബി 2 മാസമൊക്കെ ആകുമ്പോൾ നടന്നേക്കും. ആയിക്കോട്ടെ, നമുക്ക് ഒരു സൈഡിൽ കൂടെ കോൺസെപ്റ്റ്സ് പഠിക്കാം, ഒരു സൈഡിൽ കൂടെ ഈ ക്വസ്റ്റ്യൻ മോക്ക് അറ്റംപ്റ്റ് ചെയ്യുന്ന ഹാബിറ്റ് എടുത്തുകൊണ്ട് വരാം, മറ്റേ സൈഡിൽ കൂടെ നമ്മുടെ ബോഡിയും മൈൻഡിനെയും ഈ പരീക്ഷയ്ക്ക് വേണ്ടി സെറ്റാക്കാം വിത്ത് ലേസർ ഷാർപ്പ് ഫോക്കസ്. ഒരു കുഴപ്പമില്ല, ഇതൊക്കെ അച്ചീവബിൾ ആണ്. ഇതൊക്കെ ചെയ്യുന്നവർ, ഇതൊക്കെ ക്രാക്ക് ചെയ്യുന്നവർ നിങ്ങളെക്കാട്ടും കഴിവ്, ഒബ്വിയസ്ലി അവർ കഴിവില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നിങ്ങളെക്കാട്ടും വ്യത്യസ്തരോ അല്ലെങ്കിൽ നമുക്ക് അപ്രാപ്യമായൊരു ടെക്നോളജിയോ അല്ലെങ്കിൽ കഴിവോ കൈപ്പിടിയുള്ളവരൊന്നും അല്ല. ദേ ആർ ലൈക്ക് അസ്. ദേ ആർ മെയ്ഡ് ഓഫ് ദ സെയിം ഗ്രേ മാറ്റർ. ഇറ്റ്സ് ജസ്റ്റ് ദ എഫേർട്ട്. മെനക്കെടലാണ്, വേറെ ഒന്നുമില്ല, മെനക്കെടൽ മാത്രമാണ്. അപ്പം മെനക്കെടുക. നമ്മുടെ കൂടുതൽ ക്ലാസ്സുകൾ വരുന്നുണ്ട്. മിക്സ്ഡ് ആൻഡ് എലിഗേഷൻ ഫൈനൽ പാർട്ട് ഉടനെ വരുന്നുണ്ട്. CGL മെയിൻസിനുള്ളവരുടെ ക്ലാസ്സിന് കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. It's a war and we are going to win that. Okay, all the best.